CPM ആലപ്പുഴ കാർത്തികപ്പള്ളി ഏരിയ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്കും മന്ത്രി റിയാസിനുമെതിരെ കടുത്ത വിമർശനം. പിണറായിയാണ് പാർട്ടിയെന്ന ശൈലി ശരിയല്ല, വിമർശനത്തിന് അതീതനാണ് പിണറായി എന്ന ധാരണ പരത്തുന്നു. പാർട്ടി കാര്യങ്ങളിൽ അഭിപ്രായം പറയേണ്ടത് റിയാസ് അല്ല, എല്ലാ കാര്യങ്ങളിലും പ്രതികരിക്കാൻ റിയാസിനെ ചുമതലപ്പെടുത്തിയത് ആരെന്നും സമ്മേളന പ്രതിനിധികളുടെ ചോദ്യം. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നുണ്ട്. നിഷ, നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായി പിണറായി വിജയൻ സർക്കാരിനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. മാത്രവുമല്ല, തന്റെ മരുമകനായ മുഹമ്മദ് റിയാസിന് കൂടുതൽ ചുമതലകൾ പിണറായി വിജയൻ നൽകുന്നു. മാത്രവുമല്ല, പാർട്ടിയുടെ കാര്യങ്ങൾ കൂടുതൽ തീരുമാനിക്കുന്നത് റിയാസ് ആണ് എന്ന വിമർശനവും ഉയർന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വിമർശനം ഉയർന്നു വരുന്നത്, അല്ലേ? ദേവിക, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ആലപ്പുഴ CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസറിന്റെയും 3 ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെയും സാന്നിധ്യത്തിലായിരുന്നു ഏരിയ കമ്മിറ്റിയിൽ അംഗങ്ങളുടെ രൂക്ഷ വിമർശനം. മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷ വിമർശനമായിരുന്നു CPM ആലപ്പുഴ കാർത്തികപ്പള്ളി ഏരിയ സമ്മേളനത്തിൽ ഉണ്ടായത്. മുഖ്യമന്ത്രിക്കെതിരെ മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ മന്ത്രി റിയാസിനെതിരെയും കടുത്ത വിമർശനമായിരുന്നു ഏരിയ സമ്മേളനത്തിൽ ഉണ്ടായത്. പിണറായിയുടെ ശൈലി ശരിയല്ല, പാർട്ടി തന്നെ താനാണ് എന്ന ശൈലി ശരിയല്ല എന്ന വിമർശനമുണ്ടായി. മാത്രമല്ല, മുഖ്യമന്ത്രി വിമർശനത്തിന് അതീതനാണ് എന്ന ഒരു ധാരണ പരത്തുന്നു. അത് ശരിയായ നിലപാടല്ല. മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും പ്രതികരിക്കാൻ മന്ത്രി റിയാസിനെ ആരാണ് ചുമതലപ്പെടുത്തിയത് എന്ന് വ്യക്തമാക്കണമെന്നായിരുന്നു അംഗങ്ങൾ പറഞ്ഞത്. എല്ലാ കാര്യങ്ങളിലും മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്നുള്ള രീതിയിലാണോ റിയാസ് പ്രതികരണം നടത്തുന്നത് എന്ന തരത്തിലും അംഗങ്ങൾക്കിടയിൽ വിമർശനമുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളിലും പ്രതികരിക്കാൻ ഇത്തരത്തിൽ ആരാണ് റിയാസിനെ ഏർപ്പാടാക്കിയത് എന്ന കാര്യം വ്യക്തമാക്കണം. മാത്രമല്ല, പാർട്ടി കാര്യങ്ങളിൽ അഭിപ്രായം പറയേണ്ടത് മന്ത്രി റിയാസ് അല്ല എന്നും വിമർശനം ഉയർന്നിട്ടുണ്ട്. ജില്ലാ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ സാന്നിധ്യത്തിലായിരുന്നു കാർത്തികപ്പള്ളി ഏരിയ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്കും മരുമകൻ മന്ത്രിക്കുമെതിരെ രൂക്ഷ വിമർശനം ഉയർന്നത്. ദേവിക, നിഷ, EP ജയരാജനെ വെട്ടി മുഹമ്മദ് റിയാസിനെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വിടുന്ന ഒരു തീരുമാനം, അതിലും കൃത്യമായ വിമർശനം ഉയർന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ കൂടുതൽ വിമർശനങ്ങൾ വരുന്നതല്ലേ? ദേവിക, തീർച്ചയായും അത്തരത്തിലുള്ള വിമർശനങ്ങൾ CPMന്റെ എല്ലായിടത്തു നിന്നുള്ള പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അതിന്റെ ഒരു പ്രതിഫലനം തന്നെയാണ് ഇനി കാർത്തികപ്പള്ളി ഏരിയ സമ്മേളനത്തിനും ഉണ്ടായത്. കാർത്തികപ്പള്ളിയിൽ ഏരിയ സമ്മേളനത്തിൽ മാത്രമല്ല, ആലപ്പുഴയിലുടനീളം നടന്ന വിവിധ ഏരിയ സമ്മേളനങ്ങളിലടക്കം മുഖ്യമന്ത്രിക്കെതിരെയും മന്ത്രി റിയാസിനെതിരെയും വിമർശനങ്ങൾ ഉയർന്നിരുന്നു. മാത്രമല്ല, CPMന്റെ മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യ പ്രവണത ശരിയല്ല എന്ന രീതിയിൽ വിമർശനം ഉയർന്നിരുന്നു. ആലപ്പുഴയിലെ കുട്ടനാട് ഏരിയ സമ്മേളനത്തിലടക്കം കുട്ടനാട്ടിലെ ഏറ്റവും കൂടുതൽ വിഭാഗീയത രൂക്ഷമായ ആലപ്പുഴ ജില്ലയിലെ സ്ഥലങ്ങളാണ് കായംകുളം, കുട്ടനാട് പോലുള്ള ഭാഗങ്ങൾ. കായംകുളത്തും ഇത്തരത്തിൽ ഏരിയ കമ്മിറ്റി നടന്നപ്പോൾ 2 വിഭാഗങ്ങളിലായി പ്രവർത്തകർ കൂട്ടം തിരിഞ്ഞ് ഇറങ്ങിപ്പോവുകയും പരസ്പരം രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കുട്ടനാട്ടിലേക്ക് വരികയാണെങ്കിൽ കുട്ടനാട്ടിൽ വിഭാഗീയത രൂക്ഷമായതിനെ തുടർന്ന് നിരവധി ആളുകൾ, 200-ലധികം ആളുകളാണ് CPM വിട്ട് CPIയിൽ ചേർന്നത്. കഴിഞ്ഞയിടയ്ക്ക് അവരെ CPI ജില്ലാ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ അവരെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തു. എന്തായാലും CPMഉം CPIയും തമ്മിൽ കടുത്ത ശത്രുത തന്നെ ഉണ്ടായിരുന്നു കുട്ടനാട്ടിൽ. അത് കഴിഞ്ഞ ദിവസം മറനീക്കി പുറത്തു വന്നിരുന്നു. അതുകൂടാതെയാണ് CPMനുള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള പടലപ്പിണക്കങ്ങളും വിഭാഗീയതകളും ചേരിതിരിഞ്ഞുള്ള ഈ ഒരു ആക്രമണവും ഒക്കെ നടക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്കും മരുമകനുമെതിരെയുള്ള രൂക്ഷ വിമർശനങ്ങൾ CPM ഏരിയ സമ്മേളനങ്ങളിലടക്കം ഉണ്ടാകുന്നത്. ദേവിക, ശരി നിഷ.